Hi all, good morning. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഓരോ പ്രോബ്ലംസായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ആദ്യം കുറച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി ഡിസ്കസ് ചെയ്തു. ദെൻ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിൻ്റെ അപ്ലിക്കേഷനായിട്ട് ഫൈൻ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. വി ഹാവ് ഫൈൻ സ്ട്രക്ചറിൽ രണ്ടെണ്ണം റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ് ആക്ച്വലി ഫൈൻ സ്ട്രക്ചർ. നെക്സ്റ്റ് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ 1 പ്രോട്ടോൺ അങ്ങനത്തെ കേസൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ സീമാൻ എഫക്റ്റാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സീമാൻ എഫക്റ്റ് പറയുന്നാൽ എന്താണെന്നും നിങ്ങൾക്കറിയാം. സീമാൻ എഫക്റ്റ് എന്താണ്? വെൻ ആൻ ആറ്റം, എനി ആറ്റം ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എന്ത് ചെയ്യും? ദറ്റ്സ് എനർജി ലെവൽ ഗെറ്റ്സ് ഷിഫ്റ്റഡ്. ഒരു ഇലക്ട്രോൺ ഒരു ആറ്റം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ എനർജി ലെവൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് നമ്മളൊരു ഹൈഡ്രജൻ ആറ്റത്തിന് സിംഗിൾ ഇലക്ട്രോണാണ് ഉണ്ടാവുക. അപ്പോൾ സിംഗിൾ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് സിംഗിൾ ഇലക്ട്രോണും സിംഗിൾ പ്രോട്ടോണും. അപ്പം ഈ സിംഗിൾ ഇലക്ട്രോണും സിംഗിൾ പ്രോട്ടോണും സിംഗിൾ പ്രോട്ടോണുണ്ട്. അപ്പം നമ്മളെപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെതാണ് ഉണ്ടാകുന്ന പെർട്ടർബേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന പെർട്ടർബേഷൻ എനർജി എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു H= ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ആറ്റം വെച്ചാൽ അതിനുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഹാമിൽട്ടോണിയൻ H=-μ.b ആണ്. അപ്പം ഈ മ്യൂ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇവിടെ ഇലക്ട്രോൺ ആണ്. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ തന്നെ ആ ഇലക്ട്രോണിന് 2 ടൈപ്പ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവും. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഓർബിറ്റൽ മോഷൻ യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ മൂലം ഉണ്ടാകുന്ന എന്തുണ്ടാവും? സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പം നമ്മൾ അതിനെ μL μS പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്താൽ ദ പെർട്ടർബേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ പെർട്ടർബേഷൻ ആദ്യം എന്താണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്? ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ ദ പെർട്ടർബേഷൻ ഈസ്. സോ സിംഗിൾ ഇലക്ട്രോണിൻ്റെ പെർട്ടർബേഷൻ എങ്ങനെ എഴുതാം? H=-μL + μS ഈ ടോട്ടൽ magnetic moment into external field B external. Put it as equation number 1. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു μ=G/2m അവിടെ S ആണ് ഡിസ്കസ് ചെയ്തത്. ജനറൽ കേസിലായിട്ട് നമ്മൾ J എന്ന് കൊടുത്തു. Q/2m × J. വി ഹാവ് ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണെങ്കിൽ കറസ്പോണ്ടിങ് μL എന്താവും? -E/2m × J ബിക്കംസ് L. ഈ എല്ലും എസ് ഒക്കെ എന്താണ്? വെക്ടറാണ്. LS ആർ വെക്ടർ. ദെൻ കറസ്പോണ്ടിങ് μS -E/m/s. ഇവിടെ 2 വരാത്ത കാരണം ഞാൻ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓർബിറ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന വെക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ടോയ്സ് എസ് എന്നുള്ള വെക്ടർ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു 2 ടൈംസ് × E/2m വരും. അപ്പോൾ 2 ഗെറ്റ്സ് ക്യാൻസൽഡ്. അതെല്ലാ കേസിലും അത് നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഒക്കെ പറയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ 2 ആണ് ബേസ്ഡ് ഓൺ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ അറ്റോമിക് സ്പെക്ട്രയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കറസ്പോണ്ടിങ് ദീസ് 2 equations are equation 2 and equation 3. Substitute equation 2 and equation 3, we get equation 1 becomes Hz=E/2m × L + 2s × B external. Where's the equation number 4? അപ്പം സീമാൻ എഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർട്ടർബേഷൻ എനർജി അല്ലെങ്കിൽ Hz' നമുക്ക് കിട്ടും. ഇനി സീമാൻ എഫക്റ്റ് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ വീക്ക് ഫീൽഡ്, സ്ട്രോങ് ഫീൽഡ് അങ്ങനെയൊക്കെ സീമാൻ എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഈ സീമാൻ എഫക്റ്റിൻ്റെ സ്പ്ലിറ്റിംഗ് ബേസ്ഡ് ഓൺ അതിൻ്റെ നമ്മൾ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഫൈൻ സ്ട്രക്ചറിൽ വല്ല ഒരു ഇൻറ്റേർണൽ ഫീൽഡ് ഉണ്ടാവുമെന്ന്. പ്രോട്ടോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഒരു ഫീൽഡ് ഉണ്ടാകും. അതാണ് ഇൻറ്റേർണൽ ഫീൽഡ്. ഈ ആറ്റത്തിൻ്റെ ഇൻറ്റേർണൽ ഫീൽഡിൻ്റെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലാണോ ഈ ആറ്റം പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നമ്മുടെ സീമാൻ എഫക്റ്റിൻ്റെ സ്പ്ലിറ്റ്. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ ഫീൽഡ് അങ്ങനെ അതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റും വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റും എന്ന് പറയാം. അപ്പം നമ്മുടെ വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റ് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് നമ്മൾ ആറ്റം പ്ലേസ് ചെയ്യുന്ന ഒരു വീക്ക് ഫീൽഡ് ഒരു ഫീൽഡ് എന്താണ്? വീക്കാണ്. അപ്പം അല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് ദ ഇൻറ്റേർണൽ ഫീൽഡ് ഈസ് ഡോമിനേറ്റ് ഇൻ ദാറ്റ് കേസ്.
അപ്പോൾ വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റിൽ ഇൻറ്റേർണൽ ഫീൽഡാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ നമ്മളൊരു ആറ്റം ഒരു ഫീൽഡിൽ വെക്കുമ്പോൾ ആ ഫീൽഡ് വളരെ നെഗ്ലിജിബിളാണ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്താണ് വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റിൻ്റെ കേസിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഫീൽഡാണ്. ഇങ്ങനെ ഇൻറ്റേർണൽ ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്ന കേസിൽ സീമൻ എഫക്റ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ച അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച ഫൈൻ സ്ട്രക്ചറാണ് ഡോമിനേറ്റ് ചെയ്യുക. അപ്പം ഈ Z' പറഞ്ഞാൽ ഈ Z' ഇതെന്തായിരിക്കും സ്മോൾ പെർട്ടർബേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി നേരെ തിരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് ഈസ് വെരി വെരി ലാർജ് ദാൻ ഇൻറ്റേർണൽ ഫീൽഡ്, ദെൻ എന്ത് ചെയ്യും Z' എന്ത് ചെയ്യും ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും സീമാൻ എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യും. ഫൈൻ സ്ട്രക്ചർ എന്തായിരിക്കും പെർട്ടർബേഷൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡിൽ നെയ്തർ സീമാൻ നോർ ഫൈൻ സ്ട്രക്ചർ വിൽ ഡോമിനേറ്റ്. അങ്ങനെ 3 ടൈപ്സ് ഫീൽഡ് ഓഫ് സീമാൻ എഫക്റ്റിൻ്റെ ടൈപ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റിൽ ബി എക്സ്റ്റേണൽ ഈസ് വെരി വെരി ലെസ് ദാൻ ബി ഇൻറ്റേർണൽ, ദെൻ ഫൈൻ സ്ട്രക്ചർ ഡോമിനേറ്റ് ചെയ്യും. അപ്പം എന്തായും നമ്മുടെ സീമാൻ എഫക്റ്റ് അല്ലെങ്കിൽ Z' ബി ദ സ്മോൾ പെർട്ടർബേഷൻ. ഇൻ അതർ കേസ് ഓർ അതർ എക്സ്ട്രീമ സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റ് വിച്ച് ഈസ് ബി എക്സ്റ്റേണൽ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ബി ഇൻറ്റേർണൽ, ദെൻ സീമാൻ എഫക്റ്റ് ഡോമിനേറ്റ്, ദെൻ ഫൈൻ സ്ട്രക്ചർ ഓർ HFS ബിക്കംസ് ദ പെർട്ടർബേഷൻ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കേസാണ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സീമാൻ എഫക്റ്റ്. അതിൽ നെയ്തർ സീമാൻ നോർ ഫൈൻ സ്ട്രക്ചർ വിൽ ഡോമിനേറ്റ് ആ കേസ്. അങ്ങനെ 3 ടൈപ്പ് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റ്. അപ്പോൾ വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റ് ആസ് ഓൾറെഡി ടോൾഡ് ബി എക്സ്റ്റേണൽ ഈസ് വെരി വെരി ലെസ് ദാൻ ബി ഇൻറ്റേർണൽ, ദെൻ ഫൈൻ സ്ട്രക്ചർ വിൽ ഡോമിനേറ്റ്. സോ ഇൻ ഫൈൻ സ്ട്രക്ചർ we have already discussed that there are spin orbit coupling. Spin orbit coupling means LNS will couple to a total angular momentum J. So in spin orbit coupling LNS is not separately conserved, but the total angular momentum J will be conserved where J is equal to L plus S. Then there is a corresponding 4 quantum numbers are L, N, L total angular momentum corresponding ആയിട്ട് JN, MJ. അപ്പം ഇതെങ്ങനെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി ഫീൽഡിന് അറൗണ്ട് ആയിട്ട് ജെയും എസും റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ജെ അല്ല എല്ലും എസും. അപ്പം എൽ വെക്ടർ എപ്പോഴും എസിനേക്കാളും ലാർജ് ആയിരിക്കും. കാരണം അപ്പം ഇലക്ട്രോണിൻ്റെ കേസിലായിട്ടാട്ടോ ഇവിടെ. അപ്പം ഇതിന് ഈ ജെ എന്നുള്ളതിന് അറൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ലെങ്ത്ത് വരും, ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോണ് പോലെ ഫോം ചെയ്യും. അതേപോലെ എസ് വെക്ടറും ഈ എബൌട്ട് ബിക്ക് അറൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞാൽ രണ്ടും വെക്ടറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ യൂസിങ് പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാമായിട്ട് ഫോം ചെയ്ത ഡയഗണൽ ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് LNS വിച്ച് ഈസ് ജെ. അപ്പോൾ ഈ ജെയും അറൗണ്ട് ബിക്ക് അറൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഇത്രയുള്ള അതിൻ്റെ കൺസിഡർ. ഇനി നമ്മൾ ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ടു എനർജി ഡ്യൂ ടു സീമാൻ എഫക്റ്റ്. ഇപ്പോൾ സീമാൻ എനർജി അല്ലെങ്കിൽ സീമാൻ കറക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓർഡർ എനർജി കറക്ഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് EZ1. അപ്പോൾ EZ1 ഈസ് ഈക്വൽ ടു Ψ0 HZ1 Ψ0. വി ഹാവ് Ψ0 ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ്, അല്ലെങ്കിൽ നമ്മൾ Ψ0 ആണ് ചൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ക്വാണ്ടം നമ്പേഴ്സാണ് NLJMJ. ഈ NLJMJ പറഞ്ഞാൽ ഇവിടെ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ക്വാണ്ടം നമ്പർ NLJMJ HZ' NLMJ. ഓക്കെ, ജസ്റ്റ് HZ' നമ്മൾ പ്രീവിയസ് ഇക്വേഷൻ സീമൻ എഫക്റ്റ് നമ്മൾ തുടങ്ങിയത് മുതലേ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇക്വേഷൻ നമ്പർ ഇടുന്നത്. അപ്പോൾ നമ്മൾ HZ' നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു E/2m ഇൻറ്റു ബി എക്സ്റ്റേണൽ ഇൻറ്റു L+2s. ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ EZ' ആസ്. So when substituting for, we get EZ1 as E/2m B external NLJMJ L+2s NLJMJ, which can be as the expectation value of L+2s അല്ലേ. psi ഫോമില അല്ലേ. അപ്പം ഇത് ദ എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് L+2s, the cooperator also. അപ്പം EZ1 can be treated as E/2m B external into expectation of L+2s, which is the equation number 5. ഇനി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് L+2s കണ്ടുപിടിക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം എല്ലും എസും സെപ്പറേറ്റ്ലി കൺസേർവ്ഡ് അല്ല.
ബട്ട് എന്താണ് ഈ എൽ പ്ലസ് ടു എസിന് നമുക്ക് എൽ പ്ലസ് എസ് പ്ലസ് എന്ന് എഴുതാം. ദെൻ വി ഗെറ്റ് ജെ പ്ലസ് എസ്. അപ്പോൾ ജെൻ്റെ ഐഗൺ വാല്യൂസ് നമുക്കറിയാം, കാരണം ജെ ഒരു കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇനി ഈ എസ് ഇൻ ടേംസ് ഓഫ് ജെയിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എസിൻ്റെ ആവറേജ്, ടൈം ആവറേജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ എല്ലും എസും പ്രിസസ് അറൗണ്ട് ജെ ആയിട്ട് നമ്മൾ പ്രിസസ് ചെയ്യുക, നമ്മൾ നേരത്തെ ഫിഗറിന് മനസ്സിലായി. അപ്പം നമ്മളിവിടെ ടൈം ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എസിൻ്റെ എലോങ് ജെയിലുള്ള പ്രൊജക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഈസ് ഗിവൺ ബൈ എസ് ആവറേജ്. അപ്പം നമുക്ക് പ്രൊജക്ഷൻ കാണാനുള്ള എ ബി എന്ന രണ്ട് വെക്ടർ ആണെങ്കിൽ എ ബിയിലുള്ള പ്രൊജക്ഷൻ കാണാനുള്ള ഇക്വേഷൻസ് അറിയാം. യൂസിങ് എ ബി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മോഡുലസ് ബി എന്നുള്ള ഒരു ഇക്വേഷനാണ്. യൂസിങ് ആ ഒരു ഇക്വേഷൻ്റെ ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ എസ് ആവറേജ് കാണും. എസ് ആവറേജ് മീൻസ് ദ പ്രൊജക്ഷൻ ഓഫ് എസ് along J. So S average എന്ത് കിട്ടും? S dot J divided by J square J. അവിടെ A dot B cos theta, അതിന് പകരം S dot J. ഇവിടെ J എന്ന് വന്നത്, ഇവിടെ J square വന്നതും എസ് ഒരു വെക്ടർ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇനി എസ് ഡോട്ട് ജെ കാണണം. അപ്പോൾ എസ് ഡോട്ട് ജെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷന് ഇക്വേഷൻ എഴുതിയില്ല, ജെ is equal to L plus X എന്നുള്ള ഇക്വേഷന് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എസ് ഡോട്ട് ജെ കാണും. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഒരു ആണ് എൽ പ്ലസ് ടു എസ്. അപ്പോൾ എൽ പ്ലസ് ടു എസിനെ ജെ പ്ലസ് ഫോമിലേക്കാക്കി മാറ്റി. ദെൻ എസ് നമ്മൾ കാണാൻ വേണ്ടി ആവറേജ് എടുത്തു. ഇതൊക്കെ നമ്മൾ ഇവിടേക്ക് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ്. ദെൻ ഈ എസ് ഡോട്ട് ജെ കാണണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് ഡോട്ട് ജെ ആക്ച്വലി വരിക, ഞാനത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദെൻ എൽ ഇസ് ഈക്വൽ ടു ജെ മൈനസ് ഇക്വേഷനിൽ നമ്മൾ യൂസിങ് വെക്ടർ അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ചെയ്തിട്ട് ജെ ഡോട്ട് എസ് കിട്ടി. വി ഹാവ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. അപ്പം ആ ഒരു ഇതിൽ നിന്ന് എൽ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ജെ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 2 ജെ ഡോട്ട് എസ്. അതിൽ നിന്ന് എസ് ഡോട്ട് ജെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാം. മീൻസ് എന്താണ്? ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ രണ്ട് ഭാഗത്തും സൈ അപ്ലൈ ചെയ്യുക. സൈ മീൻസ് ഇവിടെ എന്താണ്? എൻ ജെ. അപ്പം അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെൻ ജെ സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ജെ ഇൻറ്റു ജെ പ്ലസ് 1, എസ് ആക്ട് ചെയ്യുമ്പം എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ ഈ ഇത്രയും കണ്ടു. ആദ്യം ഈ എസ് ഡോട്ട് ജെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ എസ് ആവറേജ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ഈ ഇക്വേഷൻ നമ്പർ 7 കൊടുത്തു. അപ്പോൾ 7 യൂസിങ് 7, 6, 5 ക്യാൻ ബി റീറിട്ടൺ ആസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റേഷൻ എൽ പ്ലസ് ടു എസ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ വെക്ടറാണ്. എൻ്റെ ബോൾഡും ഞാനും മേലെ ലൈനും കൊടുത്തില്ല, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ട് തന്നെ എഴുതുക. അപ്പോൾ വെക്ടറാണ് എൽ പ്ലസ് ടു എസ് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് എസ്. ദെൻ ജെ പ്ലസ് എസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഡോട്ട് ജെ, ഈ ജെ സ്ക്വയർ മാഗ്നിറ്റ്യൂഡും ഈ ജെ വെക്ടറുമാണ്. ഇതൊന്നും മാറിപ്പോകരുത്, ഇതൊക്കെ വെക്ടറാണ്, ബട്ട് ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. എസ് ഡോട്ട് ജെ ഇതൊക്കെ വെക്ടറാണ്. എസ് ഡോട്ട് ജെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ഇൻറ്റു ജെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എക്സ്പെക്റ്റേഷൻ 1 പ്ലസ് എസ് ഡോട്ട് ജെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ഇൻറ്റു ജെ. നെക്സ്റ്റ് നമ്മൾ എസ് ഡോട്ട് ജെൻ്റെ വാല്യൂ ഇതൊക്കെ വെക്ടറാണ്. എസ് ഡോട്ട് ജെൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എന്ത് കിട്ടും? 1 പ്ലസ് എസ് ഡോട്ട് ജെൻ്റെ ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1. ജെ സ്ക്വയറിൻ്റെ ഒരു ഹാഫ് ഉണ്ട്, അതുകൊണ്ട് 2 ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ജെ. ദെൻ എസ് നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എസ് ഇലക്ട്രോണിൻ്റെ സ്പിൻ വാല്യൂ ഹാഫാണ്. അപ്പോൾ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ബിക്കം 3/4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എന്ത് കിട്ടും? 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4 divided by 2j into j plus 1. Expectation j is the next equation number. Next equation number 8 ആണ്. Equation number 8. നമുക്ക് ഇക്വേഷൻ നമ്പർ 8 കിട്ടി. ഈ ഇക്വേഷൻ നമ്പർ 8ൽ ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേം ഉണ്ടല്ലോ, 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ 2j ഇൻറ്റു ജെ പ്ലസ് 1. ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഈ ടേമിനാണ് ലാൻഡേജി ഫാക്ടർ എന്ന് പറയുന്നത്. ലാൻഡേജി ഫാക്ടർ
ഈസ് ദ ലാൻഡേജി ഫാക്ടർ ജി ജെ. ഇപ്പോൾ പ്രോബ്ലം ചോദിക്കാറുണ്ട് ലാൻഡേജി ഫാക്ടർ ജി ജെ കാണാൻ. അപ്പോൾ ജി ജെ കാണാൻ നമുക്ക് കറസ്പോണ്ടിങ് ജെ വാല്യൂ എൽ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ ആണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് 3/4 വെക്കും. അപ്പോൾ നിങ്ങൾ നേരിട്ട് എൽ വാല്യൂ ഫോർ എൽ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു എന്ത് വരും, എൽ പ്ലസ് എസ് അല്ല വരിക. അപ്പോൾ കറസ്പോണ്ടിങ് എൽ പ്ലസ് എസ് പറഞ്ഞാൽ എൽ 1 ജെ ഹാഫ് എസ് ഹാഫ് ആണെങ്കിൽ 1 പ്ലസ് ഹാഫ് 3/2 വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നിങ്ങൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളിനി ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ EZ1 തുടങ്ങി വന്നതാണല്ലോ ഇത്. അപ്പോൾ EZ1 തുടങ്ങി വരുന്നതാണ്. കാരണം നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ എൽ പ്ലസ് 2s, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ എക്സ്പെക്റ്റേഷൻ എൽ പ്ലസ് 2s ആണ്. എക്സ്പെക്റ്റേഷൻ എൽ പ്ലസ് 2s ഇസ് ഈക്വൽ ടു എന്ത് വരും, 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ജെ. ഈ ബ്രാക്കറ്റിലുള്ള ഈ ടൈമിന് ലാൻഡേജി ഫാക്ടർ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ചൂസ് ചെയ്യാൻ നമ്മുടെ എക്സ്റ്റേണൽ ഫീൽഡ് ബി അലോങ് സെറ്റ് ഡയറക്ഷനാണ്. ഞാൻ നേരത്തെ ഫിഗറിൽ സെറ്റ് മേലോട്ടാണ് വരച്ചിരുന്നത്, വിച്ച് ഈസ് അലോങ് സെറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ EZ1 എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് അവർ എനർജി EZ1 ആസ്. സോ നമ്മുടെ ഫസ്റ്റ് ഓർഡർ എനർജി കറക്ഷൻ EZ1 ഇസ് ഈക്വൽ ടു എന്ത് വരും, E/2m ഇൻറ്റു ബി എക്സ്റ്റേണൽ. ഇതിന് ജി ജെ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ജെ. നമ്മൾ ഫീൽഡ് അലോങ് സെറ്റ് ഡയറക്ഷനിലാണ്ട് ജെ അലോങ് ജെ സെറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ജെ സെറ്റ് ഐഗൺ വാല്യൂ എം ജെ എച്ച് ഗട്ട്, ദെൻ എച്ച് ഗട്ട് ഇങ്ങോട്ട് എടുത്താൽ ഇ എച്ച് ഗട്ട് ബൈ 2m ജി ജെ ഇൻറ്റു ബി എക്സ്റ്റേണൽ എം ജെ, വെർ ഇ എച്ച് ഗട്ട് ബൈ 2m ഈസ് ദ ബോർ മാഗ്നറ്റോൺ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് മ്യൂ ബി. അതിൻ്റെ വാല്യൂ 5.788 ഇൻറ്റു 10⁻⁵ ഇലക്ട്രോൺ വോൾട്ട് പെർ ടി. ബോർ മാഗ്നറ്റോൺ ഇലക്ട്രോണിൻ്റെ കേസിൽ എല്ലാം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഇലക്ട്രോൺ, എച്ച് ഗട്ട് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ജി ജെ ഇൻറ്റു ബി എക്സ്റ്റേണൽ എം ജെ. അപ്പം ഇത്രയുമാണ് എന്ത് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഡ്യൂ ടു സീമാൻ എഫക്റ്റ് അല്ലെങ്കിൽ സീമാൻ കറക്ഷൻ ടു എനർജി. അപ്പോൾ നമ്മൾ ടോട്ടൽ എനർജി എഴുതിയാൽ, അപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞാൽ ഫൈൻ സ്ട്രക്ചർ പ്ലസ് ഈ സീമാൻ കറക്ഷൻ. ഫൈൻ സ്ട്രക്ചർ എനർജി നമ്മൾ ഓൾറെഡി ഫൈൻ സ്ട്രക്ചറിൻ്റെ കേസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി എത്രയായിരുന്നു, -13.6 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് -13.6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ എനർജി കിട്ടും. അപ്പോൾ നമ്മൾ അതിലൊരു എക്സാമ്പിൾ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുകയാണ്. കാരണം ജനറൽ ആയിട്ടുള്ള എനർജി എന്താണ്, -13 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജിയാണ്. ആ എനർജി പ്ലസ് ഈ എനർജി കിട്ടിയാൽ വീക്ക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ടോട്ടൽ എനർജി കിട്ടും. അത് ടോട്ടൽ എനർജി പ്ലസ് ദിസ് ടേം കറക്ഷൻ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കൺസിഡർ ചെയ്യുക. ഫോർ എ ഗ്രൗണ്ട് സ്റ്റേറ്റ് n is equal to 1, l is equal to 0. അപ്പം സോ ഗ്രൗണ്ട് സ്റ്റേറ്റിന് n is equal to 1, l is equal to 0, then j is equal to l plus s equal to half ആയിരിക്കും. അപ്പം കറസ്പോണ്ടിങ് ജി ജെ വാല്യൂ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ഒരു കേസിൽ ജി ജെൻ്റെ വാല്യൂ 2 ആണ്, ഇലക്ട്രോണിൻ്റെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ 2 ആണ്. പക്ഷേ പ്രോട്ടോൺ മാറും കേട്ടോ, കാരണം അതിൻ്റെ എന്താണ് ഡിനോമിനേറ്ററുള്ള ഒരു മാസ് ഇല്ല, അപ്പോൾ മാസിനെ ബേസ് ചെയ്തിട്ട് മാറും. ഇത് അപ്രോക്സിമേറ്റ്ലി 2 ആണ്. ദെൻ അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി എന്ത് വരും, -13.6 ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഉണ്ടായിരുന്നു, n is equal to 1 ആണ്, ഇൻറ്റു 1 പ്ലസ് ആൽഫ റൈസ് ടു 4 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി എക്സ്റ്റേണൽ ജി ജെ എം ജെ. അപ്പം ജെൻ്റെ വാല്യൂ ഹാഫ് ആയതുകൊണ്ട് എം ജെക്ക് 2 പോസിബിൾ വാല്യൂ ഉണ്ട്, ബേസ്ഡ് ഓൺ 2 സ്പിൻ സ്റ്റേറ്റ് പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ജെൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ എനർജി എന്ത് കിട്ടും, -13.6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഓർ മൈനസ്, ഈ 2 പ്ലസ് ഓർ മൈനസ് വരും, ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി എക്സ്റ്റേണൽ. ഈ ഹാഫും 2ഉം എന്ത് ചെയ്യും, ഗെറ്റ് ക്യാൻസൽഡ്. ഈ എം ജെ ഈക്വൽ ടു പ്ലസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് സൈനും എം ജെ ഈക്വൽ ടു മൈനസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് സൈനും വരും. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗറിൽ കാണിച്ചു തരാം. അപ്പം ഈ ഒരു പോയിന്റിൽ ടോട്ടൽ എനർജിയാണ് എന്ത്, -13.6 ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ബൈ 4 ഇലക്ട്രോൺ വോൾട്ട്. ഈ ഒരു പോയിന്റിൽ ബേസ്ഡ് ഓൺ ഇത് എക്സ്റ്റേണൽ ഫീൽഡാണ്, മ്യൂ ബി ഇൻറ്റു ബി എക്സ്റ്റേണൽ ആ ഒരു വാല്യൂവിനനുസരിച്ച് ഇത് രണ്ടും ഈക്വൽ സ്ലോപ്പാണ്. ഇത് പോസിറ്റീവ് സ്ലോപ്പ് +1ഉം ഇത് -1 സ്ലോപ്പും. എം ജെൻ്റെ വാല്യൂ +1ഉം എം ജെൻ്റെ വാല്യൂ -1നും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് വീക്ക് ഫീൽഡ് സീമാൻ എഫക്റ്റ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റ്. സോ ഇൻ സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റ് ആൾറെഡി ഡിസ്കസ്ഡ്. ബി എക്സ്റ്റേണൽ എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. ബി എക്സ്റ്റേണൽ
വെരി വെരി ഗ്രേറ്റർ ദാൻ ബീൻ്റെ ആണ്. അപ്പോൾ സീമാൻ എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? ഫൈൻ സ്ട്രക്ചർ ആയിരിക്കും പെർട്ടർബേഷൻ. അപ്പം ഈ സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റിന് നമ്മൾ നേരത്തെ കേസിൽ എന്ത് പറഞ്ഞു? എസും എല്ലും എബൌട്ട് ജെക്ക് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എസും ജെയും റിസൾട്ട് എസും ജെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എസും ജെയും ജെക്ക് അബൌട്ട് പ്രിസസ് ചെയ്തിട്ട് ജെ എന്ന റിസൾട്ടൻ്റെ എലോങ് സെറ്റ് ആക്സിസിന് അബൌട്ടായിട്ട് പ്രിസസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കേസിൽ എന്ത് ചെയ്യും? ഓൾറെഡി ഫൈൻ സ്ട്രക്ചറിൽ ഒരു സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഉണ്ട്. നമ്മൾ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ്, അതല്ലേ സ്ട്രോങ് ഫീൽഡ് സീമാനായിട്ട്. അപ്പോൾ ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഈ സ്പിൻ ഓർബിറ്റുള്ള കപ്ലിംഗ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അതായത് എസും എല്ലും തമ്മിലുള്ള കപ്ലിംഗ് ബ്രേക്ക് ചെയ്തിട്ട് അത് ഇൻഡിവിജ്വൽ എബൌട്ട് ഫീൽഡിനെ ഈ സെറ്റ് ഡയറക്ഷനിലുള്ള എക്സ്റ്റേണൽ ഫീൽഡിനെ അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. അപ്പം ആ കേസിന് ഇതിന് ഡിഫറൻസ്. മറ്റേ എല്ലാം ജെൻ്റെ റിസൾട്ടൻ്റ് ആണെന്ത്? ജെ. ഈ ജെ ആയിരുന്നു എബൌട്ട് ബിക്ക് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ആ കപ്ലിങ് ബ്രേക്ക് ചെയ്യും. അപ്പം എല്ലും എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും അറൗണ്ട് ബി സെറ്റ് മീൻസ് എലോങ് സെറ്റ് ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. എസും അതേപോലെ പ്രിസസ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ എന്ത് ചെയ്യും? ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അതെന്തില്ല? കൺസേർവ്ഡ് അല്ല. പകരം എന്ത് ചെയ്യും? എൽ സെറ്റും എസ് സെറ്റും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ഫീൽഡ് എക്സ്റ്റേണൽ ടോർക്ക് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എല്ലും എസും തമ്മിലുള്ള കപ്ലിങ് ബ്രേക്ക് ചെയ്യും. അപ്പം എല്ലും എസും കൂടെ കമ്പൈൻ ചെയ്ത് റിസൾട്ടൻ്റെ ഒരു ജെ ആയിരുന്നു ഓൾറെഡി ആദ്യത്തെ കേസിൽ പ്രിസസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എല്ലും എസും സെപ്പറേറ്റ്ലി ദേ ആർ കാപ്പബിൾ. കാരണം അവർക്ക് അത്രയും എനർജി ഉണ്ട്. അല്ലെങ്കിൽ അവർ എക്സ്റ്റേണലായിട്ട് ഇതെല്ലാം ബോണ്ട് ബ്രേക്ക് ചെയ്യും, അത്രയും എനർജി നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പം അത് അറൗണ്ടായിട്ട് പ്രിസസ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ ക്വാണ്ടം നമ്പേഴ്സ് എന്നും എല്ലും എം എല്ലും എം എസും ആയിരിക്കും. നേരത്തെ ജെയും എം ജെയും കൺസിഡർ ചെയ്ത് അവിടെ ജെ ആയിരുന്നു കൺസേർവ്ഡ്, ഇവിടെ എം എല്ലും എം എസും ആണ്. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റും കൺസേർവ്ഡ് അല്ല, ബട്ട് എൽ സെറ്റ് ആൻഡ് എസ് സെറ്റ് ആർ കൺസേർവ്ഡ്. ഫ്രം ഇക്വേഷൻ 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീമൻ കറക്ഷൻ എന്തായിരിക്കും? എച്ച് സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു E by 2m B external into LZ plus 2SZ. ഓക്കെ. ഇനി ഈ കേസിൽ നമ്മൾ സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റിൽ നമ്മുടെ പെർട്ടർബേഷൻ ഫൈൻ സ്ട്രക്ചറാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി പറഞ്ഞാൽ ടോട്ടൽ ബോർ എനർജി പ്ലസ് ഈ സീമാൻ എനർജിയും കൂടെ വരും. സീമാൻ എനർജി ഇവിടെ ഇതിൽ വരുന്നതാണ്, അതല്ല പെർട്ടർബേഷൻ. പെർട്ടർബേഷൻ പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസ് ആണ് പെർട്ടർബേഷനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി പറഞ്ഞാൽ സീമാൻ എനർജി പ്ലസ് ടോട്ടൽ എനർജി. അപ്പോൾ ഇത് അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജീസ് ഒന്ന് നോക്കാം. ദ എനർജീസ് ഓഫ് അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആർ സോ അൺപെർട്ടർബ്ഡ് എനർജി EN/ML/MS is equal to minus 13.6 ഇലക്ട്രോൺ വോൾട്ട് ബൈ n സ്ക്വയർ. ഇവിടെ ഫൈൻ സ്ട്രക്ചർ കൺസിഡർ ചെയ്തില്ല കേട്ടോ. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? മ്യൂ ബി ഇൻറ്റു ബി എക്സ്റ്റേണൽ ഇൻറ്റു ML പ്ലസ് 2MS. ഇത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതാണ്, ML പ്ലസ് 2MS. അവിടെ എം ജെ എന്നുള്ള ടേം വന്നത് ഇവിടെ സെപ്പറേറ്റ്ലി എം എല്ലും എം എസും ഒക്കെ ടേംസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്തില്ല, കാരണം ഇവിടെ ഫൈൻ സ്ട്രക്ചർ നെഗ്ലിജിബിൾ ആണ്, പെർട്ടർബേഷൻ ആണ്, സ്മോൾ പെർട്ടർബേഷൻ ആണ്. അപ്പോൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ എനർജി. പക്ഷെ നമ്മൾ യൂസിങ് പെർട്ടർബേഷൻ യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഫൈൻ സ്ട്രക്ചർ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടു. ഇനി പെർട്ടർബ്ഡ് സിസ്റ്റം, പെർട്ടർബ്ഡ് മീൻസ് ഫൈൻ സ്ട്രക്ചറും കൂടെ അക്കൗണ്ട് ചെയ്താൽ കിട്ടുന്ന എനർജി നമ്മൾ EFS1 റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ EFS1 കൂടെ നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫൈൻ സ്ട്രക്ചറിൽ 2 ടൈപ്പ് ഉണ്ട്, HR-ഉം സ്പിൻ ഓർബിറ്റും HSO. HR മീൻസ് റിലേറ്റിവിസ്റ്റിക് കറക്ഷനും സ്പിൻ ഓർബിറ്റ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ പ്രീവിയസ് വീഡിയോ എന്ന് എഴുതിയതിൻ്റെ ഡയറക്റ്റ് റിസൾട്ടാണ്, അത് ഇനിയും ഡിറൈവ് ചെയ്ത് വരണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, സോ അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ഡ്യൂ ടു ഫൈൻ സ്ട്രക്ചർ കറക്ഷൻ പറഞ്ഞാൽ EFS1 is equal to NL/MLS HR- പ്ലസ് HR1 പ്ലസ് HSO1 NL/MLS. HR പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക്കും HSO പറഞ്ഞാൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗും ആണെന്ന് പറഞ്ഞു. അതിന് ER1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, -EN²/2MC², 4n ഡിവൈഡഡ് ബൈ L പ്ലസ് ഹാഫ് -3. ഇത് റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ്റെ ഭാഗത്തുള്ള ലാസ്റ്റ് ഇക്വേഷനാണ്. വേറെ EN ഇസ് ദ -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ H-SO കണ്ടുപിടിക്കണം, അതിൻ്റെ ഇക്വേഷനും നമ്മൾ അതിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം E²/8πε0 1/m² C² R³ ഇൻറ്റു S.L. അപ്പം ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുമ്പോൾ ഈ S.Lൻ്റെ എക്സ്പെക്റ്റേഷൻ കാണണം. ഈ ഒരു കേസിൽ S.Lൻ്റെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞാൽ എന്താണ്?
expectation Sx into Lx plus expectation Sy into expectation Ly plus expectation Sz into Lz. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ എസ് എൽ സെറ്റും മാത്രമേ കൺസേർവ്ഡ് ആവുള്ളൂ. അപ്പോൾ ബാക്കി ക്വാണ്ടിറ്റീസൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എസ് ഡോട്ട് എൽ ഇസ് ഈക്വൽ ടു expectation Sz into expectation Lz. Szൻ്റെ വാല്യൂ ms into h cut, Lzൻ്റെ ml into h cut. Then we get h cut square into ml ms, which is the equation number 11. ഇനി ഇക്വേഷൻ നമ്പർ 11 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. നിങ്ങൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിലൊരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അതായത് ഇക്വേഷൻ നമ്പർ ഈ ഇക്വേഷനും ദെൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ദെൻ തൊട്ട് മുന്നേ എഴുതിയ EFS പറഞ്ഞാൽ എന്താണ്? സൈ എൻ എൽ എം എച്ച് ആർ ഡാഷ് പ്ലസ് എച്ച് ഡാഷ് എസ് ഒ സൈ എൻ എൽ എം എൽ എം എസ്. ആ ഇക്വേഷനെല്ലാം യൂസ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 12 എന്ത് കിട്ടും? EFS1 is equal to 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n ക്യൂബ് ആൽഫ സ്ക്വയർ 3/4n minus L into L plus 1 minus ml ms divided by L into L plus half into L plus 1 is the equation number 12. അത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 12 യൂസ് ചെയ്യുക. അത് ടെക്സ്റ്റിലൊരു പ്രോബ്ലം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കറക്ഷൻ കിട്ടി. സ്ട്രോങ് ഫീൽഡ് സീമാൻ എഫക്റ്റിലെ പെർട്ടർബേഷൻ പറഞ്ഞ ഫൈൻ സ്ട്രക്ചർ ആയിരുന്നു. ഈ ഫൈൻ സ്ട്രക്ചർ മൂലം ഉണ്ടാകുന്ന പെർട്ടർബേഷൻ എനർജി കറക്ഷൻ കിട്ടി. ഇനി ടോട്ടൽ എനർജി എന്തായിരുന്നു? അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി പ്ലസ് ദെൻ ഫൈൻ സ്ട്രക്ചർ കറക്ഷൻ. അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി നമ്മൾ ഇക്വേഷൻ നമ്പർ ലാസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി അത് രണ്ടിൻ്റെ സം. അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എന്തായിരുന്നു കിട്ടിയത്? -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി എക്സ്റ്റേണൽ പ്ലസ് ml പ്ലസ് 2ms എന്നുള്ള ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി കിട്ടി. അതിൻ്റെ കൂടെ ഈ കറക്ഷനും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രോങ് ഫീൽഡ് ഇലക്ട്രിക് സീമാൻ എഫക്റ്റിലെ എനർജി കറക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ സീമാൻ എഫക്റ്റിലെ 2 പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, വീക്ക് ഫീൽഡും സ്ട്രോങ് ഫീൽഡും. ഇനി ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സീമാൻ എഫക്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുക. ടെക്സ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.